ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയും. രണ്ടുപേർക്കും കൂടെ ഒരുപോലെ ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി എ ഡിവൈൻ ഇന്റർവെൻഷൻ. പക്ഷെ യൂഷ്വലി ഇത് വൺ സൈഡഡ് ആയിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതോ അങ്കിളെ? പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതും അവരുടെ ബന്ധം ഹൃദയങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ അത് ഭംഗിയായി മുന്നോട്ട് പോകും. അത് ബുദ്ധി കൊണ്ടാണെന്നുണ്ടെങ്കിൽ പ്രേമം എന്ന് പറയുന്നത് പല രീതിയിൽ സംഭവിക്കാം. ഒന്ന് കൂട്ടുകാരോടുള്ള മത്സരം. എൻ്റെ കൂട്ടുകാരി അവനെ സ്വന്തമാക്കുന്നതിന് മുമ്പേ എനിക്ക് അവനെ സ്വന്തമാക്കണം. നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു പയ്യനുണ്ട്. പയ്യൻ കാണാൻ വേണ്ടിയിട്ട് സാമാന്യം തിരക്കുകളിൽ അവൻ ഗ്ലാമറാണ്. അപ്പൊ എൻ്റെ കൂട്ടുകാരിക്ക് അവൻ്റെ മേലെ നോട്ടമുണ്ട്, എനിക്കും അവൻ്റെ മേലെ നോട്ടം. കൂട്ടുകാരിക്ക് കിട്ടാൻ പാടില്ല, എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ ഇറക്കി അവനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു നേട്ടം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ആ നേട്ടത്തിന് വേണ്ടി, അതും അല്ലെങ്കിൽ എനിക്ക് അവനോട് വികാരം തോന്നിയിട്ട് എനിക്ക് ഇവനെ സ്വന്തമാക്കണം എന്നുള്ള വാശിയിൽ സ്വന്തമാക്കാൻ പോകും. അത് ഹൃദയത്തിന്റെ ബന്ധം നോക്കാതെയാണ് പലരും ആ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ പരാജയപ്പെടാനുള്ള കാരണമാകുന്നത്. ആ പ്രണയമുണ്ട്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം കൊണ്ട് വന്നിരിക്കുന്ന പ്രണയമുണ്ട്, അത് ശാശ്വതമായിട്ട് നീളും. അവിടെ വേറെ എന്തെല്ലാം തടസ്സം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ടോട്ടൽ പാപ്പരായി പോയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കിടപ്പിലായി പോയാലും എന്ത് വന്നു കഴിഞ്ഞാലും ആ ഹൃദയങ്ങൾ അവിടെ ഒന്നിച്ചേക്കും. ഹൃദയം ഒരിക്കലും നേട്ടങ്ങളുടെ പുറകെ ഓടുകയില്ല. എനിക്ക് ഈ ഹൃദയമാണ് എൻ്റെ അടുത്ത് വേണ്ടിയത് എന്നുള്ള തോന്നലിൽ അവർ നിൽക്കും. അത് തിരിച്ച് രണ്ടു വശത്തേക്കും കിട്ടും. അതുപോലെ തന്നെ അങ്കിളെ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ചില കഴിവുകളോടൊരു ഇഷ്ടം തോന്നുക. ചിലപ്പോൾ പാട്ട് പാടുന്ന കഴിവ്, അങ്ങനെ ചില കഴിവുകളുണ്ട്. ആ കഴിവുകളുള്ള ആൾക്കാരോട് നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട്. ആ ഇഷ്ടം ഭാവിയിൽ പ്രണയത്തിലേക്ക് മാറാമോ? അപ്പോൾ അതും ഹൃദയം കൊണ്ടുള്ള ഒരു ബന്ധമാണോ? അത് രണ്ടുപേർക്കും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. നമുക്ക് ആരാധന എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആരാധന തോന്നാൻ ചില കഴിവുകൾ, നമുക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളിനോട് നമുക്ക് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം തോന്നിക്കിട്ട് നമ്മൾ അയാളുടെ പുറകെ ഇങ്ങനെ നമുക്കും എനിക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇഷ്ടം അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ, അയാൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ലാഭമോ നേട്ടമോ ആണ് അയാൾ നിങ്ങളെ കൊണ്ട് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിങ്ങളോട് താല്പര്യം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നീണ്ടു നിൽക്കുകയില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആരാധന കാണിക്കുന്ന ഒരാളെ കാണുമ്പോഴത്തേക്കും അയാൾ അത് വിട്ടുപോകും. ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അവിടെ ഡൗട്ട് ഉണ്ടാവത്തില്ല. എൻ്റെ ഹൃദയമായിരിക്കല്ലേ പറയുന്നത്. എനിക്ക് അയാളുടെ ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ ഗ്ലാമർ ഉള്ള ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബുദ്ധിയാണ് പറയുന്നത്, ഐ നീഡ് ദ പാർട്ട് ഓഫ് ഹിസ് ഗ്ലാമർ, ഐ നീഡ് ദ പാർട്ട് ഓഫ് ഹെർ ഗ്ലാമർ. അപ്പൊ അങ്ങനെ അയാളുടെ എന്തെങ്കിലും സാധനത്തിന്റെ ഒരു ഭാഗമാക്കണം എന്ന മോഹം ബുദ്ധിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിയുടെ കാൽക്കുലേഷൻ അതിൻ്റെ പുറകെ പോകും. അത് വിജയിക്കാൻ സാധ്യതയില്ല. ഏതെങ്കിലും സമയത്ത് രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് തമ്മിൽ ഒരു ഹാർമണി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കും. ആ ഹൃദയങ്ങളുടെ ഹാർമണി, അതിന് സ്വന്തം ഹൃദയം ശ്രവിക്കുന്ന ഹാബിറ്റ് നമുക്കുണ്ടാകണം. അത് എനിക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര കോമൺ ആണ് ഈ ചെറിയ തലമുറയിലെ ആൾക്കാരുടെ ഇടയിൽ. അപ്പോ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ച് അങ്കിളിന് എന്താ പറയാനുള്ളത്? ഇഷ്ടം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്ന് പറയുന്ന ലവ് അവിടെ ഉണ്ടാവും. ഹൃദയങ്ങളുടെ ബന്ധം അതിനകത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി മോഹം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ മനസ്സിൽ ചില ആശയങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ നമ്മൾ കൊണ്ടു നടക്കും. നമ്മൾ കൊച്ചായിരിക്കും, ഈവൻ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചില രൂപങ്ങളോട് നമുക്കിഷ്ടവും ചില രൂപങ്ങളോട് നമുക്കിഷ്ടക്കേടുമുണ്ട്. ഒരു കാരണവും കൂടാതെ ആദ്യമായി കാണുന്ന ഒരാളിനോട് നമുക്ക് ലവ് അല്ല, നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് വെറുപ്പ് വരുന്നതുണ്ട്. ഇതെല്ലാം നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്ന ചില കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകൾ നമ്മുടെ പഴയ ജീവിതത്തിലെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഉണ്ടായ സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടായിരിക്കും. അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ട് ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയും. രണ്ടുപേർക്കും കൂടെ ഒരുപോലെ ആ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി എ ഡിവൈൻ ഇന്റർവെൻഷൻ. പക്ഷെ യൂഷ്വലി ഇത് വൺ സൈഡഡ് ആയിട്ടാണ് സംഭവിക്കുന്നത്. സോ വൺ സൈഡഡ് ആയിരിക്കുന്ന ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ നമുക്കധികം വില കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെ
ഒരുപാട് നമ്മൾക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കഴിഞ്ഞ് നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. അത് ഹൃദയത്തിൻ്റെ ആയിരുന്നോ അല്ലയോ എന്നുള്ള പരീക്ഷിക്കുക. ഹൃദയം കൊണ്ട് അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹൃദയം കൊണ്ട് ഒരാളുടെ അടുക്കല് മേരിക്കുട്ടിയുടെ പേരെന്താ അല്ലെങ്കിൽ തോമാച്ചൻ്റെ പേരെന്താ എന്ന് വിഡ്ഢിത്തരം ചോദിച്ചാലും മതി. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ഫ്രം ദ ഹാർട്ട് ആൻഡ് ദർ ഇസ് എ ഹാർമണി ഓഫ് ദ ഹാർട്ട്, മറ്റേ ആളിനത് മനസ്സിലാവും. ഈ കൊച്ചെന്നെ കണ്ട കുറച്ച് വേവറായിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്നോടുള്ള താല്പര്യം കൊണ്ടാണ് ആ കൊച്ചിങ്ങനെ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവനിങ്ങനെ എന്നോട് ചോദിച്ചിരിക്കുന്നത്, എന്നെ കണ്ട അവന് ഇത്തിരി ഒന്ന് വേവർ ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഹൃദയത്തിലൊരു ചലനം ഉണ്ടായി, അതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിക്കാതെ അവന് വായിൽ വന്ന സാധനം ചോദിച്ചതെന്ന്. ബുദ്ധിപരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാൽക്കുലേറ്റ് ആയിട്ട് ഒരുപക്ഷെ എഴുതി കാണാപ്പാടം പഠിച്ച ഡയലോഗായിരിക്കും ചോദിക്കുക. തോമാച്ചൻ്റെ പേരെന്താണെന്നായിരിക്കുമല്ലോ ചോദിക്കുക. അപ്പോൾ ആളിനെ കണ്ട ഉടനെ ഞാൻ ഫ്ലാറ്റ് ആയി എന്നുള്ളതാണ് അതിൽ നിന്ന് കൺവേ ചെയ്യുന്നത്. ഈവൻ ദെൻ you have to evaluate how much my heart is longing for the heart of the other person, and is my heart able to connect with the heart of the other person. അതേ ഹാർട്ടിനൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടായാലും അത് മുഴുവൻ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അയാൾക്കും അതങ്ങനെ തോന്നുന്നുണ്ടോ എന്നുകൂടെ വിലയിരുത്താം. ഈ പുഷ്പിക്കാതെ പോയ പ്രണയങ്ങളുണ്ടല്ലോ അങ്ങളെ, അത് ചിലപ്പം അന്ന് അവർ ഹൃദയം കൊണ്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് ബുദ്ധി പറഞ്ഞിട്ടുണ്ടാവും ഒന്നിക്കണ്ട എന്നുള്ളൊരു തീരുമാനം. പിന്നെ കല്യാണം കഴിച്ച് ഇവർ ജീവിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടാവും അന്ന് ഉണ്ടായിരുന്ന ആ പ്രണയമായിരുന്നെങ്കിൽ നല്ലതായിരുന്നതിനെന്ന് ചില തോന്നലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്കിളിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊരു സ്വപ്നത്തിൻ്റെ സുഖം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇമാജിനേഷനിലുണ്ട്. നമ്മുടെ സുഖം, സന്തോഷം എന്നെല്ലാം പറയുന്നത് നമ്മുടെ ബുദ്ധി തരുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കൊരു അപകടം പറ്റി കാലൊടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മോശമായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിയുടെ കാഴ്ചപ്പാട് വേറെയാണെങ്കിൽ കാലല്ലേ ഒടിഞ്ഞുള്ളൂ, തല പോയില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. സോ അങ്ങനെ ഒരാളെ അന്ന് വെച്ച് കണ്ടായിരുന്നു. എനിക്ക് ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന ഉടനെ അന്ന് അയാളുടെ കൂട്ടത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു, ആ സന്തോഷമൊന്നും ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് പ്രേമിച്ച് നടന്നുകൊണ്ട് വേറൊരാളിനെ കെട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കൂട്ടത്തിൽ സന്തോഷമായി കഴിയുമ്പോൾ പഴയ പ്രേമത്തെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാത്ത ആൾക്കാരും ഇതിൽ കൂടുതലുണ്ടാകും. പിന്നെ എപ്പോഴും ആ പ്രായത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കുറിച്ചിട്ടുള്ള ഓർമ്മ മരിക്കുന്നിടം വരെ കൊണ്ടു നടക്കുന്ന മനസ്സിനൊരു സുഖമുള്ള സംഗതിയാണ്. ഈ അബ്സല്യൂട്ട് സുഖം എന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ല. അബ്സല്യൂട്ട് സുഖം നമ്മുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ്. അപ്പം നമുക്ക് പ്രായോഗികമായ കാഴ്ചപ്പാടുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയ ഏതെങ്കിലും ഒരു സാധനത്തിനെ എടുത്ത് താലോചിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. അത്രയേ ഉള്ളൂ.